50 വർഷം മുൻപ് ഞങ്ങൾ ഭൂതബാധയാൽ കഷ്ടപ്പെടുകയായിരുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഞങ്ങളിലേക്ക് പ്രകാശം പരത്തിയത്. ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ വ്യത്യാസം വരുത്തിയ യേശുക്രിസ്തുവിന്റെ സന്ദേശം വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും മുന്നോട്ട് പോകുവാനും ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനുമുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ 50 വർഷം പുറകോട്ട് നയിക്കുവാനുള്ള നടപടികളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. 1978 പാസാക്കിയതും ഇതുവരെ നടപ്പിലാക്കാത്തതുമായ അരുണാചൽ പ്രദേശ് മതസ്വാതന്ത്ര്യ ബില്ല് വീണ്ടും പുനർജീവിപ്പിച്ച് നടപ്പിലാക്കുവാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാനമൊട്ടാകെ ക്രൈസ്തവർ വലിയ പ്രതിഷേധമുയർത്തുകയാണ്. ഉപവാസ സമരവും നിയമസഭ വളയുന്നത് പോലെയുള്ള പ്രതിഷേധങ്ങളും നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് 50%-ലധികമുള്ള ക്രൈസ്തവർ. അരുണാചൽ പ്രദേശ് നിയമസഭയിൽ 18ഓളം ക്രൈസ്തവ MLA-മാരുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് NCPയുടെ, അതായത് ശരത് പവാറിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന യാച്ചുലി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ടോക്കോ ടാറ്റുങ്. 47 വയസ്സുകാരനായ ടോക്കോ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അരുണാചൽ പ്രദേശിലെ പ്രമുഖ ഗോത്രവർഗങ്ങളിൽ ഒന്നായ നിഷി വംശത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ടോക്കോ ടാറ്റുങ്ങിന്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു: 50 വർഷം മുൻപ് ഞങ്ങളുടെ ഗ്രാമങ്ങളെല്ലാം വലിയ അന്ധകാരത്തിലായിരുന്നു. ഭൂതബാധയാൽ പുറത്തിറങ്ങുവാൻ പോലും വയ്യാത്തത്ര ഭീതിയിലായിരുന്നു ഞങ്ങൾ. ഈ ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി കോഴികളെ ഞങ്ങൾ ബലിയർപ്പിച്ചിരുന്നു. അങ്ങനെ കോഴി രക്തം നൽകിയാണ് ഞങ്ങൾ ഈ അശുദ്ധാത്മാക്കളെ തൃപ്തിപ്പെടുത്തി നിർത്തിയിരുന്നത്. എന്നിട്ടും പലവിധമായ പീഡനങ്ങൾ ഈ ഭൂതങ്ങളിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഞങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തതോടെ ഈ ഭൂതബാധയിൽ നിന്ന് ഞങ്ങൾക്ക് എന്നേക്കുമായ വിടുതലുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു. കോഴിരക്തം നൽകാതെ ഭയം കൂടാതെ ജീവിക്കുവാൻ ക്രൈസ്തവ വിശ്വാസം ഞങ്ങൾക്ക് ബലം തരുന്നു, ശക്തി തരുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. യേശുക്രിസ്തു നൽകിയ പ്രകാശമാണ് ഞങ്ങളെ നയിക്കുന്നത്. ആ പ്രകാശത്തിലേക്ക് ആയിരങ്ങൾ എത്തിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞങ്ങൾ ഈ ദേശത്ത് ജനിച്ചു വളർന്നവരാണ്. ഞങ്ങൾ വിദേശത്തു നിന്നും വന്നവരല്ല. ഞങ്ങൾക്കിവിടെ ജീവിക്കുവാനും ഞങ്ങളുടെ വിശ്വാസങ്ങൾ പിന്തുടരുവാനും അവകാശമുണ്ട്. അതിനെ ആരും എതിർക്കരുത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുവാൻ അദ്ദേഹം ഒരു ഉദാഹരണം കൂടെ തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞു. അതിപ്രകാരമാണ്: താൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സമയത്ത് സീറോ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലെ ഒരു സ്ഥലത്ത് ഒരു ദേവാലയത്തിന്റെ പ്രതിഷ്ഠയുമായി തന്നെ ക്ഷണിക്കുകയും താൻ അവിടേക്ക് ചെല്ലുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന് ഈ ക്രൈസ്തവ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. MLA എന്നുള്ള നിലയിൽ പോലീസ് സംവിധാനങ്ങൾ എനിക്ക് അനുകൂലമായിരുന്നു. പോലീസുകാർ എന്നോട് പറഞ്ഞു, പൂർണ്ണ പ്രൊട്ടക്ഷനോടുകൂടെ ഈ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തുവാൻ ഞങ്ങൾ സഹായം ചെയ്തു തരാം. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ട കാര്യമില്ല. എതിർക്കുന്നവർ വരട്ടെ, അവരുമായി ചർച്ച ചെയ്ത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാത്രം കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഒടുവിൽ ജില്ലാ കലക്ടർ ഇടപെടുകയും ജില്ലാ കലക്ടറുടെ ചേംബറിലേക്ക് ഇരു വിഭാഗത്തെയും വിളിക്കുകയും ചെയ്തു. MLA ആയ ടോക്കോ ടാറ്റുങ്ങും കൂടെ അവിടെ പങ്കെടുത്തു. അദ്ദേഹം തന്റെ അനുഭവം ഇപ്രകാരം പറയുന്നു: എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് വനിതാ കലക്ടർ ഇരുവിഭാഗത്തോടും ചോദിച്ചു. ആദ്യഘട്ടത്തിൽ കാര്യമായിട്ടൊന്നും പറയാതിരുന്ന എതിർവിഭാഗം അല്പം കഴിഞ്ഞപ്പോൾ അതിന്റെ ലീഡേഴ്സിൽ ഒരാൾ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ വസിക്കുന്നു. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് 50 മീറ്റർ മാത്രം ദൂരെയാണ് ഈ ക്രൈസ്തവ ദേവാലയം പണിതിരിക്കുന്നത്. അവിടെ ഇത് പ്രതിഷ്ഠിച്ച് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു തുടങ്ങിയാൽ ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഇരിക്കുവാൻ സാധിക്കത്തില്ല, അവരവിടെ വിട്ടുപോകും. അപ്പോൾ ഓർക്കുക, ഇതാണ് സാഹചര്യം. ക്രൈസ്തവ വിശ്വാസം ഒരു ദേശത്തെ ശക്തി പ്രാപിക്കുമ്പോൾ അവിടുത്തെ ഭൂതശക്തികൾ വിട്ടുപോകുന്നു, അന്ധകാരം ആ ദേശത്തെ വിട്ടുപോകുന്നു.
ഇതാണ് യാഥാർത്ഥ്യമെന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ടോക്കോ ടാറ്റുങ് തന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുന്നു. ടോക്കോ ടാറ്റുങ് ഇത്ര കൂടെ പറയുന്നുണ്ട്, ഇതൊരു ജീവിക്കുന്ന സാക്ഷ്യമാണ്. ആ കലക്ടർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ഇരുവിഭാഗത്തു നിന്നും ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയോട് അദ്ദേഹം നേരിട്ട് ചോദിക്കുന്നു, ഞങ്ങളെ എന്തിനാണ് എതിർക്കുന്നത്? താങ്കളുടെ പിതാവും താങ്കളുമൊക്കെ മുൻകാലങ്ങളിൽ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളുടെ സമൂഹം ഈ സമൂഹത്തിന്, അരുണാചൽ പ്രദേശിന് ഒരു ദോഷവും വരുത്തുന്നില്ല. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് പലവിധമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അന്ധകാരത്തിൽ നിന്ന് മാറി പ്രകാശത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. അതിനെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ വിദേശത്തു നിന്ന് വന്നവരല്ല, ഇവിടെ ജനിച്ചു വളർന്നവരും ഈ ദേശത്തിന്റെ ഭാഗവുമാണ്. ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? 50 വർഷം പുറകോട്ട് സഞ്ചരിക്കുവാൻ 1978 നിയമം പുനർജീവിപ്പിച്ച് ഞങ്ങളെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കരുത്. ടോക്കോ ടാറ്റുങ് നിയമസഭയിലെ പ്രസംഗത്തിൽ എല്ലാവരോടുമായി പറഞ്ഞു. ഈ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഈ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം വോയിസ് ക്ലിപ്പായി ഇതിനോടൊപ്പം ചേർക്കുന്നു. ഏതായാലും അരുണാചൽ പ്രദേശിൽ 1978 പാസാക്കിയ ഈ നിയമം വീണ്ടും പാസാക്കുവാനും അത് നടപ്പിലാക്കുവാനുമുള്ള ശ്രമങ്ങൾ BJP ഗവൺമെന്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ക്രൈസ്തവ സമൂഹം മുന്നിട്ട് വന്നിരിക്കുന്നു. വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അരുണാചൽ പ്രദേശിലെ ജനസംഖ്യയിൽ ഏകദേശം 50% ക്രൈസ്തവരാണ്. സ്വാഭാവികമായും ആ ജനവിഭാഗം ഉയർത്തുന്ന പ്രതിഷേധത്തിന് വലിയ ശക്തി ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതായാലും അരുണാചൽ പ്രദേശ് ചൈനയോട് ചേർന്ന് കിടക്കുന്ന, ചൈന പലപ്പോഴും അവകാശം ഉന്നയിക്കുന്ന ആ മേഖല, അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നത്, പ്രതിസന്ധി ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ക്രൈസ്തവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ ഗോത്രവർഗ മേഖലകളിൽ, വനമേഖലകളിൽ ഇപ്പോഴുമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വ്യാപകമായി നടത്തുന്ന മൈനിങ്ങിന് വേണ്ടിയുള്ള വ്യവസായവൽക്കരണമാണ് ദേശത്തിന്റെ വലിയ പ്രതിസന്ധി. അതുമൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള മൈനിങ്ങും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഗോത്രവർഗ മേഖലയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഗോത്ര ജനവിഭാഗത്തിന്റെ ജീവിത രീതികളെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യവസായവൽക്കരണമാണ്. അതിനാണ് ഒരു മാറ്റമുണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അതിനു പകരം ക്രൈസ്തവ വിശ്വാസത്തിനെതിരായുള്ള നീക്കങ്ങൾ നടത്തുന്നത് സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിന് ഒരിക്കലും ഗുണകരമാകുകയില്ല എന്ന് എല്ലാ വിഭാഗം ക്രൈസ്തവരും ഒന്നിച്ച് വ്യക്തമാക്കുന്നു. ഏതായാലും അരുണാചൽ പ്രദേശിന്റെ സമാധാനത്തിന് വേണ്ടിയും സ്വസ്ഥമായ അന്തരീക്ഷം അവിടെ നിലനിൽക്കേണ്ടതിനു വേണ്ടിയും അവിടുത്തെ ക്രൈസ്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. सर, आपका माध्यम से ये एक 1978 को हुआ था, तो हम 70 पिछले और 50 साल पीछे हम जाने का दिल नहीं, और हम चाहता नहीं आप हमें को भेजेगा। तो ये पूरा विश्वास है। ये जो ड्राफ्ट रूल है, जो अभी जो डरा हुआ है, ड्राफ्ट रूल के लिए डरा हुआ है, ड्राफ्ट रूल तो होगा नहीं। अभी हम दोनों बाहर में, हमारा मामा नतुंग सर, होमिन सर को भी मैंने बात किया, वो भी बोला। तो ऐसे ही हमारा निशी समाज में खास करके जब क्रिश्चियन समाज, क्रिश्चियन रिलीजन नहीं आया था, जब हम लोग नहीं लिया था, हमारा बस्ती में पूरा भूत होता था, रात में चल नहीं सकता था। शायद सबको मालूम होगा, रात में दांत में आग का साथ घूमता था, ऐसे करके भूत था। और जब पूजा करता है तो भूत को हम लोग मुर्गी देना पड़ता था, अंडा देना पड़ता था। तो जब हम लोग क्रिश्चियन को एक्सेप्ट किया है, यीशु मसीह को अपना प्रभु में एक्सेप्ट किया है, पिता परमेश्वर में हमने जब एक्सेप्ट किया है, तो हम सब छोड़ दे, हम प्रार्थना करने लगा। तो आज वो जितना भी खराब चीज था, जितना भी भूत प्रेत था, और आज वो नहीं है, हमारे बस्ती में दिखाई नहीं देता। और मेरा एक लिविंग टेस्टिमोनी है आप सबको, ये सदन को भी स्पीकर सर आपका माध्यम से बताना चाहता हूं। जब मैं फर्स्ट विधायक हुआ था, 0 में एक चर्च का इनॉग्रेशन था, मुझे बुलाया गया था चीफ गेस्ट में। मैंने गया, उधर का जितना भी इंडिजिनस लोग, सब मेरा ही दोस्त लोग था, एक साथ मेरा पढ़ने वाला लोग, पूरा पी के नशा होके पूरा 100 से ज्यादा लोग रास्ता में बंद किया। हमको बोला, दोस्त तुम नहीं कामिन क्यों यहाँ आया?
चर्च इनॉग्रेशन करने के लिए। मैं तो कुछ जवाब नहीं दिया, लेकिन उस समय में साधना था, डीसी साधना मैडम था, उन्होंने ऑफिस में बुलाया, उन लोगों को भी हम लोग गया। वो पुलिस लोग बोला कि सर हम हटा देगा, हम बोला नहीं, यहाँ में हम लोग चर्च इनॉग्रेशन करने के लिए आया है, लड़ने के लिए नहीं है, तो हम लोग प्यार से बात करेगा। डीसी ऑफिस में गया तो मैडम पूछा है किस लिए आप लोग इनॉग्रेशन को रोक रहा है, तो वो लोग बताता नहीं। मैडम बोला, पीर से बोला, आप लोग बताइए क्या क्या प्रॉब्लम है, आपका प्रॉब्लम को हम लोग मीट अप करेगा। तो इंडिजिनस उधर का पेट सोसाइटी का सेक्रेटरी खुद बोला कि मैडम हम लोग में कोई गिला शिकवा नहीं है, लेकिन एक प्रॉब्लम है। बोला तो क्या प्रॉब्लम है? वो बोलता है जिस जगह में ये चर्च बनाने जा रहा है उससे 30 मीटर या 50 मीटर दूर हम लोग का जो पूर्वजों से जो पूजा करता है वो जगह है। तो बोला है कि अगर चर्च उधर बनेगा तो हमारा माता पिता लोग जो बहुत उसको हम लोग जो अंडा जो खिलाते वो लोग खाने नहीं आएगा। तो बोला क्यों नहीं आएगा? वो तो क्रिश्चियन लोग प्रार्थना करने से इतना लाइट होता है, वो नहीं आ सकता। तो मेरे लिए भी नया था, डीसी मैडम के लिए भी नया है, मैं भी जिंदा हूँ, सब एसपी वो भी जिंदा है, डीसी मैडम सब जिंदा, ये विटनेस है। तो हम भी इनकाउंटर हुआ प्रभु कैसे काम, लाइट कैसे होता है। तो इसीलिए मेरा यही स्पीकर सर आपका माध्यम से गवर्नमेंट को मेरा सबमिसिव है, मेरा प्रार्थना है, ये मेरा नहीं बल्कि सारा जितना भी अरुणाचल में इंडिजिनस क्रिश्चियन लोगों का प्रार्थना है। जिस प्रकार से सर आपने स्टेटमेंट हमारे चीफ मिनिस्टर ने देता है, आप लोग चिंता नहीं, हम लोग पूरा विश्वास है सर। आपका जो पब्लिक एड्रेस को सुनकर विश्वास करता, लोग विश्वास नहीं करता ऐसा नहीं करता है, लेकिन वो लोग चाहता है कि हम लोग को बोला है कि चीफ मिनिस्टर सर से, पेमा खानू सर से सदन में स्टेटमेंट लेना है ताकि हम लोग रात में शांति से सो सकेगा, यही सिर्फ है सर। तो इसलिए आपको सब विश्वास है, आपका लीडरशिप में कोई घटना कोई खराब नहीं होगा, हम लोग को पूरा विश्वास है। क्योंकि अरुणाचल का क्रिश्चियन को इंडिजिनस क्रिश्चियन को मदद आपका पिताजी ने भी मदद करना शुरू किया था, स्कूल के लिए 5 करोड़ दिया था सर, आपका लीडरशिप में भी आप दिया है, लेकिन अचानक टूट गया तो हम लोगों को थोड़ा सा दुख हुआ। क्यों सर, हम लोग को प्यार, क्रिश्चियन लोगों को प्यार करना छोड़ दिया क्या, क्या भूल गया क्या? ये हम लोग को थोड़ा डाउट हुआ, नहीं तो सर वो भी डाउट नहीं होना था। तो इसलिए हमारा रिक्वेस्ट है स्पीकर सर आपको माध्यम से हमारा गवर्नमेंट को, स्पेशली चीफ मिनिस्टर को, जिस प्रकार से आपने जो हमारा क्रिश्चियन स्कूल के लिए जो एड्स दे रहा था उसको भी शुरू करने से बहुत अच्छा है। मेरा रिक्वेस्ट है, ये लास्ट टाइम में भी बजट में और इस बजट में भी हम देखा है गुरुकुल के लिए, इंडिजिनस पेट के लिए कर रहा है। तो हम भी जितना भी अरुणाचल में मसीह लोग है, क्रिश्चियन लोग है सर, हम आपका ही परिवार है, हम भी अरुणाचल का है, तो हम भी इंडिजिनस ही है। तो हम लोग जिस प्रकार से एक्ट में यहाँ का जितना भी इंडिजिनस को प्रोटेक्ट किया, हम लोग भी चाहता है सर हम लोग का भी नाम उसमें जोड़ा जाए, इंडिजिनस क्रिश्चियन को प्रोटेक्शन मिलेगा। तो ये हम लोग का आपसे रिक्वेस्ट था, आपको बताना था। तो हम लोग पूरा विश्वास है ये पूरा होगा, पक्का होगा। लेकिन एक ही यही था, फिर से मैं दोहरा रहा हूँ सर, आपको यही सदन में आपसे स्टेटमेंट सुनना था, तो इसलिए मेरा रिक्वेस्ट है सर। इसलिए अंतिम में मेरा, आप जो आज तक स्टेटमेंट दे के आया है उन सब को ये सदन में सर आप रिप्लाई देने से, तो हम लोग, मेरा जितना भी अरुणाचल में आपका लोग जो आज तक जब से ये इरप्ट हुआ है, शुरू हुआ है, जो सो नहीं सका, आज से शांति से सोएगा। तो इन्हीं विश्वास के साथ में मैं फिर से मैं लास्ट रिक्वेस्ट करता हूँ स्पीकर सर आपका माध्यम से, ये एक 1978 को हुआ था, तो हम 70 पिछले और 50 साल पीछे हम जाने का दिल नहीं, और हम चाहता नहीं आप हमें को भेजेगा। तो ये पूरा विश्वास है, ये जो ड्राफ्ट रूल है, जो अभी जो डरा हुआ है, ड्राफ्ट रूल के लिए डरा हुआ है, ड्राफ्ट रूल तो होगा नहीं। अभी हम दोनों बाहर में, हमारा मामा नतुंग सर, होम मिनिस्टर को भी मैंने बात किया, वो भी बोला ये तो बड़ा भाई ड्राफ्ट रूल है, वो तो होगा नहीं, हम लोग भी मालूम है होगा नहीं। लेकिन सर आपसे स्टेटमेंट सुनना चाहता है कि आप यहाँ से बोल देने से पूरा अरुणाचल फैल जाएगा। आपको मैं विश्वास दिलाता हूँ, वो लोग जो रो रहा है, जो दुख में है, जो चिंता में, वो बहुत शांति के साथ खाना भी खुशी से खाना शुरू कर। इन्हीं शब्दों के साथ विद ग्रेट होप, सो मैं यहाँ विश्राम देता हूँ। थैंक यू वेरी मच।